ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അത് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകി നമ്മെ നിരാശയിൽ നിന്നും വിടുതൽ തരുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമുക്ക് അനാഥത്വം തോന്നാതിരിക്കാൻ, നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിലും അങ്ങനെ തോന്നാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. തോന്നിയാസങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ, നമ്മുടെ നീതിബോധത്തെ ജ്വലിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നമുക്ക് അനാഥത്വം തോന്നാതെ നമ്മുടെ കൂടെ എല്ലാം ഉണ്ട് എന്ന തോന്നലും സന്തോഷവും നമ്മൾക്ക് ലഭിക്കാൻ പരിശുദ്ധാത്മാവ് സഹായകനായി കിട്ടുമ്പോൾ കർത്താവിൻ്റെ ഉറപ്പാണത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടുന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നു. അത് തിരുവചനവും പരിശുദ്ധാത്മാവുമാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് സർവശക്തനായ ദൈവം തന്നിരിക്കുന്ന സഹായം. നമുക്ക് പരിശുദ്ധാത്മാവിനെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ വചനം വായിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.